കൊച്ചി എയർപോർട്ടിൽ നിന്നും 28 കിലോമീറ്റർ ദൂരെ നോർത്ത് പറവൂരിൽ വൈപ്പിനും കടമക്കുടിക്കും ചെറായിക്കുമടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു ദ്വീപ് ലങ്ക. നമ്മളൊരു പണി 5-6 മാസം വട്ടൊട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. പാട്ട് വന്നാൽ പിന്നെ നമ്മൾ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ആ ഡേറ്റ് ആകുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും. വീടിൻ്റെ അടുത്താണ്, അങ്ങനെ വീട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലായിരിക്കും. കഴിഞ്ഞൊക്കെ എല്ലായിടത്തും വെള്ളം. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ വെള്ളം കയറാത്ത വീടുകളില്ല. വെള്ളപ്പൊക്കത്തിന് ഇവിടെ പല വീടുകളും ഒക്കെ വെള്ളം കയറാത്ത സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുരുകലിൻ്റെ ഭാഗമായിട്ടുള്ള പൊക്കമുണ്ട്. വീട്ടിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വൈഫ് മരിച്ചുപോയി, ക്യാൻസറായത്. അത് കഴിഞ്ഞ് 2 മക്കളെ ഉണ്ടായി. ഒരുത്തൻ 9 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട് വിട്ടുപോയി. ഇളയൊരു മോനുണ്ടായി, അവൾ മരിക്കണേന് ഒരു 2 മാസം മുന്നേ വന്നാണ്. അത് കഴിഞ്ഞ് അവൻ പോയിട്ട് അവനും മിണ്ടാട്ടില്ലാതെ അവനവിടെ എന്തൊരു ട്രാപ്പിൽ പെട്ടുപോയി. എവിടെയാ? ദുബായിൽ മാളിലായിരുന്നു. പറഞ്ഞു ഇങ്ങോട്ട് പോരുന്നു പറഞ്ഞു, അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ മയക്കുമരുന്നിൻ്റെ ഇതിലായിപ്പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. +2 പാസ്സായി കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാൻ കഴിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് വിട്ടാണ്. പെങ്ങളിലൊരു മോൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ മൊത്തം മത്സ്യത്തൊഴിലാളികളല്ലേ. ഇപ്പൊക്കെ പിള്ളേരെ ഐറ്റംസ് ഒന്നും ഇതിൻ്റെ പുറകെ പോകുന്നില്ല. ഈ മേഖലയിലേക്ക് ഇനി ആരും വരെയില്ല. വിളിക്ക് ഉറക്കം നിൽക്കണ 24 മണിക്കൂറത്തെ പണിയാണ് ഇതൊക്കെ. അതിനുള്ള ഗുണമില്ല. നമുക്ക് കൂടി വന്ന ഒരു 600-650 രൂപ ഇങ്ങനെയൊക്കെ. അത് സഹായിക്കാൻ 15 രൂപ ഉള്ളൂ. അത് എന്തോരം പണിയെടുക്കണം, ഈ ഉറക്കവും നിൽക്കണം. അതൊന്നും ഇതിപ്പോൾ ചെറുപ്പക്കാരെ പിള്ളേരാരും നിൽക്കില്ല. പണ്ട് കടുത്തായിരുന്നു. ഈ കടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇവിടെ തന്നെ ഞങ്ങൾ ഒരു പാലം സർക്കാരില്ലാത്ത കാലത്ത് നമ്മൾ സ്വന്തമായിട്ട് പാലം ഉണ്ടാക്കി. തടസ്സപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പഞ്ചായത്തുകാർ അത് ഏറ്റെടുത്ത് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫണ്ട് കെട്ടി നടക്കാനുള്ള യോഗം നോക്കി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് പോകണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫണ്ട് കെട്ടി ഈ റോഡാക്കി അപ്പുറത്ത് കിടന്നു. പിന്നെ അത് സർക്കാർ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു തെങ്ങും തടിയാണ് അന്ന് പണ്ട് ഇട്ടിരുന്നത്. നടന്നു പോകാനായിട്ട് ഒരു തൽക്കാലം സൈക്കിളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു ഈ തടിപ്പാലം എന്ന് പറഞ്ഞാൽ 2 തെങ്ങിൻ്റെ കഷ്ണം കൂട്ടിയിട്ടുള്ള ഒരു പാലമായിരുന്നു. പിന്നെ അത് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു നടന്നു പോകാന്നുള്ള കണ്ടീഷനിൽ ഒരു 2 പേർക്ക് നടന്നു പോകുന്ന കായലാണത്. പല ടൈമിലാണ് വെയിലേക്ക് വരുന്നത്. അപ്പൊ അതിന് അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് വിളിക്കാനൊന്നും അവര് പറ്റില്ല. രാത്രിയൊക്കെ അവര് വരുമോ? പറ്റില്ല. നേരം വെളുത്ത് വരുമ്പോ ഇല്ല ഒരുപിടി കാശിലാക്കിയാണ്. ഉപ്പ് ഇവിടെ വെള്ളം കയറി മുങ്ങും. ഇവിടെ വെള്ളം കയറി കട്ടയൊക്കെ മുങ്ങി പെരക്കകത്ത് കയറും. ആ ഭിത്തികളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ചെളിവുണ്ട്, നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള വീടിൻ്റെ ചുറ്റും ചെളിയാണ്. ചെളിയെന്ന് പറഞ്ഞാൽ വെള്ളം കയറി അകൃതമായി ഒരു കാര്യത്തിനും പുറത്തിറങ്ങാൻ പറ്റില്ല. 1 മാസമായി ഇപ്പോൾ ദിവസേന വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് മുറ്റത്തിറങ്ങാനും നടക്കാനോ പോകാനൊന്നും ഒരു മാർഗ്ഗവും ഇല്ല. ഇവിടെ
അവിടേക്കൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ മുങ്ങും, ഇവിടം വരെ മുങ്ങും. അങ്ങനെയാണ് ഇവിടെ ആകെ ഗതികേടാണ്. ചെളി ഇതേ എന്താ ചെളിയൊക്കെ ഉണ്ടോ, ഈ ഞങ്ങളുടെ അടുക്കള ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല. വിറകെടുക്കാൻ വരണമെങ്കിൽ ഈ ചെളി ചവിട്ടി വരണം. ഈ ചെളിയൊക്കെ ചവിട്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് നേരിട്ട് വന്ന് കാണാനോ കേൾക്കാനോ ആരുമില്ല. ആളുകൾ റോട്ടിൽ വരുമ്പോൾ നല്ല സുഖമാണ്, റോഡ് നല്ല കട്ട പൊളിച്ച റോഡാണ്. ഒരു 10,000-70,000 രൂപ ചിലവാക്കിയ കട്ട വിരിച്ചാണ്, അതെല്ലാം ഉപ്പ് കൊണ്ട് തകർന്നു. നേരിട്ട് കണ്ടതല്ലേ. ആ വീട് കീഴോട്ടിരിക്കുകയാണ്, വെള്ളം കയറി അങ്ങനെ ആകെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്ത് പരൽ പരുവത്തിൽ കട്ട വിരിച്ചെടുത്തെല്ലാം കാണുന്നത് വേലിയേറ്റ നേരത്ത് കരക്കടിയുന്ന ഉപ്പിൻ്റെ ലവണാംശങ്ങളാണ്. ഉപ്പുവെള്ളം കയറി ഇറങ്ങി പോകുന്നത് കൊണ്ട് മണ്ണ് കൃഷിയോഗ്യമല്ല താനും. മുറ്റം നിറയെ ചെളി വന്നടിയുകയും ചെയ്യും. മണ്ണെടുക്കാൻ പറ്റാണ്ട് ഉപ്പ് കയറി നാശമായി കിടക്കും. പ്രളയകാലത്ത് വെള്ളം കയറി ഇറങ്ങിപ്പോയപ്പോൾ വളരെ കാലം അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ തുടർമാനമായി കായൽ കരപറ്റുമ്പോൾ എന്തുമാത്രം പ്രയാസ കയത്തിലായിരിക്കും ഇവരുള്ളത്, അല്ലേ? ഇപ്പം ഇവിടം തുടങ്ങി പറയുകയാണെങ്കിൽ നവംബർ മാസം ആദ്യം തന്നെ വേലിയേറ്റമാണ്. അതിലൊരു 2-3 ദിവസം മാത്രമേ ഇത്തിരി കുറയുള്ളൂ. ബാക്കി ഒരു 5 ദിവസം നല്ല വെള്ളം കൂടുതൽ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെയും ഈ വാവിൻ്റെ തലേദിവസം മുതൽ വീണ്ടും വെള്ളം പോകും, പിറ്റേ ഇത് കുറക്കുമ്പോൾ. ആ സമയത്തും ഇതേപോലെ അപ്പോൾ കൂടിയേറ്റം ഉണ്ടാകും. രാത്രി ഒക്കെ ആയിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഞാൻ മൊബൈൽ രാത്രിയും കയറും പകലും കയറും. രാത്രിയാണ് കൂടുതൽ സമയവും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ മൊബൈലിലേക്ക് ഇത് പിടിച്ച് പിന്നെ പഞ്ചായത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സൈഡ് കെട്ടിത്തരാനുള്ളൊരു തീരുമാനം പഞ്ചായത്തിൻ്റെ ഇതിലാണ് ഉണ്ട്. അതൊക്കെ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നേരെ ഇത് ഒന്നും ആയിട്ടില്ല. ലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കഥയിലൊരു ലങ്ക ഉണ്ടല്ലോ, ആ ലങ്ക അല്ലേ ഇത്. ഇത് 2-3 വീട്ടുകാർ വന്ന് ഒരു തുരുത്തായിട്ട് കിടക്കണമായിരുന്നു. ഇപ്പോൾ 22 വീട്ടുകാരുണ്ട് ഇവിടെ. പിന്നെ അതുകൂടാതെ ഞങ്ങൾ സാധാരണ ഈ ലോണും അതും ഒക്കെ വാങ്ങിച്ചൊക്കെയാണ് വീടൊക്കെ പണിതേക്കണത്. അത് ഈ ഉപ്പ് കയറുമ്പോൾ അത് മൊത്തം ചെള്ളി അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൂലിപ്പണിക്കാരും വലിയ മത്സ്യത്തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും ഇല്ല ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 22 പാർട്ടിക്കാരോടും നമ്മുടെ എല്ലാ ആളോടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഞ്ചായത്താണ്. അതിൻ്റെ വരുമാനം വളരെ ഉള്ളൊരു പഞ്ചായത്താണ്. അപ്പം എൻ്റെ ഭരണാധികാരികളോട് ഞങ്ങൾ സങ്കടം പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയുന്നത് ഇവിടെ വരുമാനമില്ല. വരുമാനം അവർക്കുണ്ടാകുക, അവർ സ്ഥിര ഇതിൽ നിൽക്കുമ്പോൾ അവർക്ക് മേൽത്തട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെ വലിച്ചു കൊണ്ടെന്ന് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അവരതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല. ഈ വഴിക്കടെ കയറി പോവാം. അപ്പുറത്തെ റോഡിൽ കിടന്ന കിടന്നോണേ. ആണല്ലേ.
കടമാക്കുടി നിന്നൊക്കെ ബോട്ടൊക്കെ നിന്ന് പോയതാണ്. ഇപ്പോൾ വീണ്ടും അവർ അങ്ങനെയൊക്കെ ബോട്ട് സർവീസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇവിടെ നിന്ന് ഞാൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. ആ പല ആൾക്കാരും എറണാകുളത്ത് നിന്ന് ഇവിടെ ഇങ്ങനെ അന്വേഷിച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനെ ലങ്ക എന്ന് പറയുമ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ഞങ്ങളെ ഒന്ന് കൊണ്ട് കറക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ വഞ്ചിക്ക് കൊണ്ട് പല ആൾക്കാരെ കൊണ്ട് കാണിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും തരാറുമുണ്ട്. കാത്തു പാട്ട് പാടി തന്നില്ലാട്ടാ. പാട്ട് പാടി തരോ? ഈ വഴിയല്ലല്ലോ.